അല്ലയോ പ്രിയ സുഹൃത്തെ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിശ്ചയത എവിടെ ചെലവഴിക്കും? ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ കരുതിയില്ല എങ്കിൽ നിനക്ക് എന്ത് പ്രയോജനമെന്ന് വിശുദ്ധ വേദപുസ്തകം ചോദിക്കുന്നു. പുതിയ നിയമത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ യേശുക്രിസ്തുവിനാൽ സ്ഥാപിതമായ പുതിയ നിയമത്തിൽ ഒരു ധനവാനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ വേണ്ടതൊക്കെ സമ്പാദിച്ചു, കളപ്പുറമൊക്കെ നിറച്ചു വെച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് ചോദിച്ചു, അല്ലയോ മൂഢ, നിന്റെ ആത്മാവിനെ ഇന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? നമ്മള് വളരെ തടിമിടക്കുള്ളവരും ആരോഗ്യമുള്ളവരും സൗന്ദര്യമുള്ളവരും വളരെ പണം സമ്പാദിക്കുന്നവരും പിടിപാടുള്ളവരും ഒക്കെ ആയിരിക്കാം. പക്ഷെങ്കിൽ ഒരു ദിവസം നമ്മൾ മരണത്തെ അഭിമുഖീകരിക്കണമെന്നുള്ളത് നാം മറന്നു പോകരുത്. ദൈവം ആയുസ് തരികയാണെങ്കിലും നമ്മളെ ഈ പറഞ്ഞ വൃദ്ധന്മാരായി തീർന്ന് ആരോഗ്യം നഷ്ടപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാമും മാറ്റപ്പെട്ടേ മതിയാകുകയുള്ളൂ. മരണം ഒരു യാഥാർത്ഥ്യമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ന്യായവിധി വരെ തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവ യേശുക്രിസ്തുവിനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ പുണ്യാള രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ആ യേശുക്രിസ്തുവിന്റെ കൽപ്പന